ബിരുദ പഠനത്തിനിടയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ചില സ്കോളർഷിപ്പുകളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ബിരുദതലത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുവാൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആകർഷകമായ സ്കോളർഷിപ്പുകൾ നൽകി വരുന്നുണ്ട്. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് അഥവാ ഇൻസ്പയർ എന്ന പദ്ധതിയിലൂടെ അതിലെ ഒരു ഘടകമായ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ അഥവാ ഷീ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് 5 വർഷം വരെ പ്രതിവർഷം 80,000 രൂപ സ്കോളർഷിപ്പായി ലഭിക്കാവുന്ന അവസരം സയൻസ് ബിരുദതല വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. 12ാം ക്ലാസ് പരീക്ഷ അംഗീകൃത കേന്ദ്ര സംസ്ഥാന ബോർഡിൽ നിന്നും ജയിച്ചവർക്കാണ് അധിക യോഗ്യതാ വ്യവസ്ഥ തൃപ്തിപ്പെടുത്തുന്നതിന് വിധേയമായി അപേക്ഷിക്കുവാൻ അർഹത ലഭിക്കുക. അപേക്ഷ ക്ഷണിക്കുന്നതിൻ്റെ തൊട്ടുതലേ അക്കാഡമിക് വർഷം 12ാം ക്ലാസ് പരീക്ഷ അവർ ജയിച്ചിരിക്കണം. അംഗീകൃത കോളേജിൽ, സർവകലാശാലയിൽ, സ്ഥാപനത്തിൽ നാച്ചുറൽ ബേസിക് സയൻസ് വിഷയമെടുത്ത് BSc അല്ലെങ്കിൽ BS അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MS തുടങ്ങിയ പ്രോഗ്രാമുകളിൽ ഒന്നിൽ പഠിക്കുകയായിരിക്കണം. അപേക്ഷ ക്ഷണിക്കുന്നതിന് നിശ്ചിത വർഷത്തെ വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അത് വിജ്ഞാപനത്തിൽ നോക്കി വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. പരിഗണിക്കുന്ന ബിരുദതല വിഷയങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി, ഇലക്ട്രോണിക്സ്, ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, ആന്ത്രോപോളജി, മൈക്രോബയോളജി, ജിയോഫിസിക്സ്, ജിയോ കെമിസ്ട്രി, അറ്റ്മോസ്ഫിയറിക് സയൻസ്, ഓഷ്യൻ സയൻസ് എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുത്ത് പഠിച്ചിരിക്കണം. പ്രായം 17നും 22നും ഇടയ്ക്കായിരിക്കണം. പ്രതിവർഷ സ്കോളർഷിപ്പ് 80,000 രൂപയാണ്. പ്രതിമാസം 5,000 രൂപ വിദ്യാർത്ഥികൾക്ക് ആ നിരക്കിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. പണമായി മൊത്തം 60,000 രൂപയും ബാക്കിയുള്ള 20,000 രൂപ മെൻറ്റർഷിപ്പ് ഗ്രാൻഡായും വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതാണ്. ബിരുദത്തിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലെ പഠനത്തിനും 2 വർഷത്തേക്ക് കൂടി സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കാവുന്നതാണ്. അധിക അർഹതാ വ്യവസ്ഥകൾ ഇതൊക്കെയാണ്. അപേക്ഷാർത്ഥി +2 പരീക്ഷയിൽ തൻ്റെ ബോർഡിൽ മുന്നിലെത്തിയ 1% വിദ്യാർത്ഥികളിൽ ഉൾപ്പെട്ടിരിക്കണം. അറിവിലേക്കായി ഈ വ്യവസ്ഥ തൃപ്തിപ്പെടുത്താൻ മുൻവർഷം വേണ്ടിയിരുന്ന കട്ട് ഓഫ് പെർസെൻറ്റേജ് സ്കോർ സാധാരണ വിജ്ഞാപനത്തിൽ പ്രസിദ്ധപ്പെടുത്താറുണ്ട്, ബോർഡ് തിരിച്ച് പ്രസിദ്ധപ്പെടുത്താറുണ്ട്. 2022 കേരള ഹയർ സെക്കൻഡറിയിൽ 1% കട്ട് ഓഫ് പെർസെൻറ്റേജ് 98.08 ആയിരുന്നു. CBSEയിൽ ഇത് 95.4ഉം CISCEയിൽ ഇത് 96.6ഉം ആയിരുന്നു. നാച്ചുറൽ ബേസിക് സയൻസ് വിഷയമെടുത്ത് BSc, BS, ഇൻ്റഗ്രേറ്റഡ് MSc, ഇൻ്റഗ്രേറ്റഡ് MS തുടങ്ങിയവയിൽ ഒന്നിൽ ഇന്ത്യയിൽ പഠിക്കുന്ന JEE മെയിൻ, അഡ്വാൻസ്ഡ്, NEET UG എന്നിവയിലൊന്നിൽ 10,000-നുള്ളിൽ റാങ്ക് നേടിയവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ സ്കോളർമാർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹതയുണ്ട്. ഇൻ്റർനാഷണൽ ഒളിമ്പിയാഡ് മെഡലിസ്റ്റുകൾ, ജഗദീഷ് ബോസ് നാഷണൽ സയൻസ് ടാലൻറ്റ് സെർച്ച് സ്കോളർമാർ എന്നിവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹതയുണ്ട്. അപേക്ഷ നിശ്ചിത വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി നൽകേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് സ്കീം. കോളേജ്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി അനുസരിച്ചാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഹയർ സെക്കൻഡറി 12ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകി വരുന്നത്. പ്രതിവർഷം ഏതാണ്ട് 80,000 സ്കോളർഷിപ്പുകളാണ് ബിരുദ പഠനത്തിനും ബിരുദാനന്തര ബിരുദ പഠനത്തിനും വ്യത്യസ്ത മേഖലകളിലായി പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നത്. വിവിധ സ്റ്റേറ്റുകളുടെ എഡ്യൂക്കേഷൻ ബോർഡുകൾക്കും CBSEക്കും അതുപോലെ കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിവിധ ബോർഡുകൾക്ക് ഈ സ്കോളർഷിപ്പുകൾ നിശ്ചിത അനുപാതത്തിൽ വിതരണം ചെയ്യുന്നതാണ്. 50% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്നും ജയിച്ചവരിൽ
ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് സ്ട്രീമിലെ വിദ്യാർത്ഥികൾക്ക് 3:3:1 അനുപാതത്തിൽ ഈ സ്കോളർഷിപ്പ് നൽകുന്നതാണ്. വിദ്യാർത്ഥി തൻ്റെ ബോർഡ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ 80ാം പെർസെൻറ്റൈൽ കട്ട് ഓഫ് പരിധിക്ക് ഉള്ളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥിയായിരിക്കണം. റെഗുലർ ഡിഗ്രി കോഴ്സ് ആയിരിക്കണം വിദ്യാർത്ഥി തുടരുന്നത്. കറസ്പോണ്ടൻസ് കോഴ്സ്, ഡിസ്റ്റൻസ് മോഡ് കോഴ്സ് ഒന്നും തന്നെ ഈ സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നതല്ല. +2 തലം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെയാണ് സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നത്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിയന്ത്രണ സമിതികൾ അംഗീകരിച്ച സ്ഥാപനത്തിലായിരിക്കണം വിദ്യാർത്ഥികളുടെ പഠനം. മറ്റേതെങ്കിലും സ്കോളർഷിപ്പോ ഫീ വേവർ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് പദ്ധതി പ്രകാരമോ ഒന്നും തന്നെ ആനുകൂല്യം വിദ്യാർത്ഥിക്ക് ലഭിക്കുവാൻ പാടില്ല. 4,80,000 രൂപ എന്ന പരിധി കുടുംബ വരുമാനം സംബന്ധിച്ച് ഇവിടെ പാലിക്കേണ്ടതുണ്ട്. ഈ വരുമാന പരിധിക്കുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. സ്കോളർഷിപ്പ് പുതുക്കി ലഭിക്കുവാൻ വിദ്യാർത്ഥി നിശ്ചിത വ്യവസ്ഥകൾ തൻ്റെ പഠനകാര്യത്തിലായാലും കോളേജിലെ അറ്റൻഡൻസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. വിശദാംശങ്ങൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ നൽകുന്നതാണ്. ഈ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് വിദ്യാർത്ഥി ഈ സ്കോളർഷിപ്പിനായി അപേക്ഷ നൽകേണ്ടത്. ഈ സ്കോളർഷിപ്പിൻ്റെ തുക ഓരോ വർഷവും പ്രഖ്യാപിക്കുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കേരളത്തിൽ ബിരുദ പഠനത്തിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്കോളർഷിപ്പ്. കേരള സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകുന്ന ഈ സ്കോളർഷിപ്പിന് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്. സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് എന്നീ വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എയ്ഡഡ് ബിരുദതല കോഴ്സിലോ സമാനമായ കോഴ്സുകളിൽ IHRD അപ്ലൈഡ് സയൻസ് കോളേജുകളിലോ 1ാം വർഷത്തിൽ പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹത ഉള്ളത്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കോ സ്വാശ്രയ കോഴ്സുകളിൽ പഠിക്കുന്നവരെയോ ഈ സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നതല്ല. അപേക്ഷിക്കുന്നവർക്ക് +2 തലത്തിൽ ലഭിച്ചിരിക്കേണ്ട മിനിമം മാർക്ക് സംബന്ധിച്ച വ്യവസ്ഥയുണ്ട്. ബിരുദ പഠനത്തിന് 3 വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. കോഴ്സിൻ്റെ ആദ്യ വർഷം 12,000 രൂപയും 2ാം വർഷം 18,000 രൂപയും 3ാം വർഷം 24,000 രൂപയുമാണ് സ്കോളർഷിപ്പായി ലഭിക്കുന്നത്. ബിരുദ പഠനത്തിന് ശേഷം തുടർന്ന് PG പഠനം നടത്തുന്ന വർഷം 2 വർഷം കൂടി സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ആദ്യ വർഷ PG പഠനത്തിന് 40,000 രൂപ നിരക്കിലും 2ാം വർഷ PG പഠനത്തിന് 60,000 രൂപ നിരക്കിലുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സ്കോളർഷിപ്പായി ഈ നിരക്കിൽ നിന്നും 25% അധിക തുക കൂടി ലഭിക്കുന്നതാണ്. സ്കോളർഷിപ്പ് തുടർ വർഷങ്ങളിൽ ലഭിക്കുന്നതിന് അക്കാഡമിക് മികവ് വിദ്യാർത്ഥി തെളിയിക്കേണ്ടതുണ്ട്. മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നതല്ല. പക്ഷേ ചില ആനുകൂല്യങ്ങൾക്ക് ഇതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അപേക്ഷ ഓൺലൈനായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിർദ്ദേശിക്കുന്ന ലിങ്ക് വഴി നൽകേണ്ടതുണ്ട്. കോളേജ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയുടെ പ്രിൻ്റ് നിശ്ചിത രേഖകളും പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് നൽകണം. അടുത്ത ഘട്ടത്തിൽ സ്ഥാപന തലത്തിലുള്ള പരിശോധന ഉണ്ടാകും. അതിന് അംഗീകാരം നൽകുന്നതാണ്. സ്ഥാപന മേധാവി ഓൺലൈനായിട്ടാണ് അംഗീകാരം നൽകേണ്ടത്. അംഗീകരിക്കാവുന്നവ ഈ ഘട്ടത്തിൽ അംഗീകരിക്കും, നിരാകരിക്കേണ്ടവ ഈ ഘട്ടത്തിൽ നിരാകരിക്കുന്നതാണ്. വിശദാംശങ്ങളെല്ലാം തന്നെ വിജ്ഞാപനത്തിലും അതുപോലെ വെബ്സൈറ്റിലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്.